ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഞാൻ കേറാൻ തുടങ്ങിയപ്പോ എന്റെ നെറ്റ് കണക്ഷൻ പോയി, പിന്നെ അത് കണക്ട് ആവാൻ ഇത്തിരി സമയം എടുത്തു. ഓക്കെ, സോറി കേട്ടോ. ഓക്കെ, കുറച്ചധികം പേരുണ്ടോ? മാം വന്നപ്പോഴേ അതിന് പേജ് തീർന്നു. ഇനി വേറെ ബുക്ക് ഇതിൽ എഴുതിയ കുഴപ്പമുണ്ടോ? ഏത് നമ്മുടെ അപ്പാരറ്റസ് റെക്കോർഡോ? പേജ് തീർന്നു പോയോ? അത്രയും പേജ് ഉള്ളോ? ഒരു പേജും കൂടെ ഉള്ളൂ എനിക്ക്. എനിക്ക് ആദ്യം 2 പേജ് കീറണ്ട വന്നായിരുന്നു എഴുതിയിട്ട് ശരിയാവാത്തോണ്ട്, അതുകൊണ്ടായിരിക്കും. എത്ര പേജിന്റെ റെക്കോർഡ് ബുക്കാ വാങ്ങിച്ചത്? എനിക്കൊക്കെ ഒരു 10 പേജസ് ഒക്കെ ബാക്കി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണേ. എല്ലാം കൂടെ ചേർത്ത് 100 പേജസ് ആണെന്ന് തോന്നുന്നു. അതെയോ? ഇടയ്ക്ക് പ്രിന്റും സംഭവങ്ങളൊക്കെ വരുന്നു. എല്ലാവർക്കും അങ്ങനെ ആയോ? എല്ലാവർക്കും അങ്ങനെ പ്രശ്നമുണ്ടോ? ചിലപ്പോ എന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ ആയിരിക്കും. അതല്ല, നിങ്ങളിപ്പോ എവിടം വരെ എഴുതി? ലാംഗ്വേജ് ഏരിയ വരെയല്ലേ എഴുതിയിട്ടുള്ളൂ? അത്ര അവിടെ വരെ എത്തിയിട്ടല്ലേ ഉള്ളൂ? അത് 3rd ഏരിയ ആണ്. നമുക്ക് അങ്ങനെ 5 ഏരിയ ഉണ്ട്. ലാംഗ്വേജ് കഴിഞ്ഞ് പിന്നെ അരിത്തമെറ്റിക് അതൊക്കെ വരുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചു, ഇനിയും പേജസ് വേണം. ലാംഗ്വേജ് 5 ഏരിയാസ് ആണ് ശരിക്കും നമ്മൾ എഴുതുന്നതേ. ലാംഗ്വേജ്, അരിത്തമെറ്റിക്, അത് കഴിഞ്ഞ് സയൻസ് ഏരിയ വരുന്നുണ്ട്. ഒരു 3/4 ഭാഗമായിട്ടുണ്ട്. അപ്പം അത് പ്രശ്നം ഉണ്ടാവില്ല, അത്രയും കൂടെ മതിയാകും. പക്ഷെ ഭാവനയ്ക്ക് ഇനിയും വേണ്ടി വരും പേപ്പർ. നമുക്ക് A4 ഷീറ്റ് വെച്ച് ഒട്ടിച്ചാൽ അത് നീറ്റ് ആയിട്ട് ഇരിക്കുവോ? A4 ഷീറ്റിന്റെ സൈസും അല്ല റെക്കോർഡ് ബുക്കിന്റെ പേജസ്. അല്ലെങ്കിൽ യു ക്യാൻ ഡു വൺ തിങ്, മറ്റേ നമ്മളുടെ കളക്ഷൻ ബുക്കിലൊക്കെ പേജ് കുറെ ഉണ്ടെങ്കിൽ അത് അതിലെഴുതി ഇതിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതി. മാം വേറെ ഒരു ബുക്ക് എഴുതിയ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എഴുതാനാ താല്പര്യമെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ, നോ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ എവിടം വരെ എഴുതിയതാ? മീൻസ് ഞാൻ ക്ലാസ് എടുക്കാത്ത സമയത്ത് കുറെ എഴുതിയിട്ടുണ്ടല്ലോ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു അതിന് മുമ്പിലുള്ള കാര്യങ്ങളെല്ലാം. എഴുതിയത് എവിടം വരെയാ? ലാംഗ്വേജ് അപ്പാരറ്റസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? അത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു മാം. ഓക്കെ. മൂവബിൾസ്, ലാർജർ, അതിന്റെ ഫീച്ചേഴ്സ് വരെ എഴുതി നിർത്തിയേക്കുക. ശരിയാട്ടോ, ഇപ്പൊ തന്നെ.
നമ്മൾ മെറ്റൽ ഇൻസ്ട്രക്ട്സ് എല്ലാം പറഞ്ഞു. ഈ ഷേപ്സ് എല്ലാം വരച്ചിട്ടുണ്ട് നിങ്ങൾ. പെന്റഗൺസ് എല്ലാം വരച്ചു, പോളിഗൺസ് പലതും ഉണ്ടായിരുന്നു, അതെല്ലാം വരച്ചു. സോ ഇതിന്റെ എല്ലാം 3D വേർഷൻസ്, ഇതിന്റെ എല്ലാം അല്ല, ചില ഷേപ്സിന്റെ 3D നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഓവൽ, ഒവോയിഡ്, എലിപ്സോയിഡ് അങ്ങനെയൊക്കെ 3D നമ്മൾ കണ്ടു. ആ മെറ്റീരിയൽസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. മെറ്റൽ ഇൻസെക്ട്സ് എന്ന് പറയുന്നത് ജോമെട്രിക് ക്യാബിനറ്റ്സ് അതുപോലെ തന്നെയാണ്, ഓൺലി ഡിഫറൻസ് മെറ്റീരിയലിലാണ് മെറ്റൽ, മറ്റേത് ജോമെട്രിക്കൽ ഇതിനകത്ത് വുഡൻ മെറ്റീരിയൽസ് ആണ്. പിന്നെ അതിന്റെ സോളിഡ്സ് ആയിരുന്നു പിക്ചേഴ്സ്. ഓക്കെ, ജോമെട്രിക്കൽ സോളിഡ്സ്, അത് വുഡൻ മാത്രമായിട്ടുള്ളതൊക്കെ നമ്മൾ അതിന്റെ കളർഫുൾ ആയിട്ടുള്ള നമ്മൾ സോളിഡ്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. വുഡൻ സോളിഡ് ബാഗ്, ഇതിനകത്ത് എല്ലാം ആ വുഡിന്റെ കളേഴ്സ് ആണ്. ബട്ട് അതിൽ തന്നെ ഇതിന് ക്രോസ് സെക്ഷണൽ ആയിട്ട് സിലിണ്ടറിനെ ഒക്കെ ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സൈലോഫോൺ ആണ്, സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ആണ് കൂടുതൽ നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ട്. ഞാൻ പോയ സ്ഥലത്ത് ഡ്രമ്മും ജാസും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഡിസ്റ്റർബൻസ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത്, സ്പെല്ലിംഗ് സിലിണ്ടേഴ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, സൈലോഫോൺ, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ലാംഗ്വേജ് അപ്പാരറ്റസ്. അത് നിങ്ങൾ എവിടെ വരെ എഴുതി? ലാംഗ്വേജ് അപ്പാരറ്റസ് അവിടെ വരെ. നമ്മളിപ്പോ തേർഡ് പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് വരുന്നിരിക്കുകയാണ്. സോ നമ്മളുടെ മൊഡ്യൂൾ 3 പാർട്ട് 2 സെൻസോറിയൽ ഏരിയ ആണ്. അപ്പൊ സെൻസോറിയൽ ഏരിയ നമ്മൾ നമ്മളുടെ PDF മുഴുവൻ കവർ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ആ PDF നോക്കണോ അതോ ഈ എഴുതിയത് നോക്കണോ, എന്താ ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ മൊഡ്യൂൾ 3 ഷെയർ ചെയ്ത് നമുക്ക് പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്യാം. ഏതാ വേണ്ടതെന്ന് പറഞ്ഞോളൂ, അങ്ങനെ പോവാം. ഓൾമോസ്റ്റ് നമുക്ക് കഴിയാറായിട്ടുണ്ട്. റെക്കോർഡ് എഴുതിയിട്ട് തേർഡ് ഏരിയ ആണ് ലാംഗ്വേജ് ഏരിയ. അത് കഴിയുമ്പോൾ അരിത്തമെറ്റിക് വരും. എഴുതിയത് നോക്കിയാൽ മതി. ഓക്കെ, റെക്കോർഡ്സ് എഴുതി കഴിഞ്ഞിട്ട് സെൻസോറിയൽ ഏരിയയിലേക്ക് പോകണോ? ലാംഗ്വേജ് ഏരിയ ഇപ്പൊ അശ്വതി മിസ് എടുത്തോണ്ടിരിക്കുകയല്ലേ? അപ്പൊ ലാംഗ്വേജ് ഏരിയ ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് റെക്കോർഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സെൻസോറിയൽ ഏരിയ നമ്മളുടെ PDF നോക്കാം. അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇപ്പൊ ലാംഗ്വേജ് അപ്പാരറ്റസിൽ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നിങ്ങൾക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആണ് ക്ലാസ് ഉള്ളൂ. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ PGയുടെ ക്ലാസ് ആണ്. അപ്പോ എന്റെ ഒരു ക്ലാസ്, അശ്വതി മിസ്സിന്റെ ഒരു ക്ലാസ്, ജോബ് സാർ ഇംഗ്ലീഷ് എടുക്കുന്ന ജോബ് സാറാന്ന് തോന്നുന്നു, ജോബ് സാറിന്റെ ഒരു ക്ലാസ്, അങ്ങനെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പൊ പെൻഡിങ് ആയിട്ടുള്ള അസൈൻമെന്റ്, ആക്ടിവിറ്റീസ്, റെക്കോർഡ് എല്ലാം ഈ ബാക്കി ഡിപ്ലോമക്കാർക്ക് വേഗം നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ എക്സാംസ് നേരത്തെ നടത്തി, വൈവേ നേരത്തെ നടത്തി നിങ്ങളെ വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. ഇതിൽ PGക്കാരില്ലേ? എനിക്ക് PG ക്ലാസ്സിൽ നിങ്ങൾ കേറാത്ത പോലെ തോന്നി. ആരും ഇല്ലായിരുന്നോ കഴിഞ്ഞ സാറ്റർഡേ ക്ലാസ്സിൽ? ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റിയില്ല. ഓക്കെ, കാരണം ബാക്കി ബാച്ചിന്റെ ഒരു പൾസ് എന്ന് പറഞ്ഞാല് അത് വേറെയാണ്. അവരങ്ങോട്ടങ്ങോട്ട് എന്താ പറയുക, അവരിപ്പൊ ജോയിൻ ആയതല്ലേ ഉള്ളു. അപ്പൊ അവർക്ക് പല പല ഡൗട്ട്സും അവർ ഇതിലേക്ക് അങ്ങോട്ട് മേജായി വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അവര് ഇതാവുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവര് ശരിയായിക്കോളും. നമുക്ക് PGയുടെ സെഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യാഴം, വെള്ളി, ശനി. ഓക്കെ, 2 ക്ലാസ് ഞാനായിരിക്കും, 1 ക്ലാസ് അശ്വതി മിസ് ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഫ്രൈഡേ ആയിരിക്കും അശ്വതി മിസ് വരുന്നത്. അപ്പൊ നമ്മള് PG സെഷൻസ്, ശരി, PG സെഷനില് നമ്മളുടെ ഈ മോഡ്യൂൾ 1 പാർട്ട് 4 സ്കൂൾ മാനേജ്മെന്റ്, അതിന്റെ ഒരു ഹയർ വേർഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും എല്ലാം വരും. സ്കൂള് തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾക്ക് കുറെ കൂടെ ഈസി ആയിരിക്കും. പലരും ഡേ കെയർ, പ്രീ സ്കൂളൊക്കെ തുടങ്ങാനായിട്ടൊക്കെ പ്ലാനിങ് ഉണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, അവര് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗൾഫ് കൺട്രീസിലും എല്ലാം തുടങ്ങാനായിട്ട് പ്ലാൻ ഉള്ളവരുണ്ടാകും. അപ്പം ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ PG ക്ലാസ്സിൽ വിചാരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ററാക്റ്റീവ് സെഷൻ മാത്രമല്ല, ടോപ്പിക് സെമിനാറുകളായിട്ട് കൊടുക്കും. അത് ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് സെമിനാർ ചെയ്യാം. ഓക്കെ, കാരണം ഇത്രയും എത്ര പേരാന്ന് എനിക്കറിയില്ല, 200 അബോ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ നമ്പർ നോക്കാതെ, കാരണം അത്രയും ഒരു ക്രൗഡ് വന്നു. സോ അങ്ങനെ അപ്പൊ സെമിനാർ ചെയ്യുമ്പോൾ ഒരാൾ ഒറ്റയ്ക്കല്ല,
ടോപ്പിക്കിനെ നിങ്ങൾക്ക് പല സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരുമിച്ച് ചെയ്യാം. ലൈക്ക് ഒരു 6 പേർക്ക് ഒരുമിച്ചോ ആ രീതിയിലൊക്കെ ചെയ്യാം. അതൊക്കെ ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. ഇപ്പൊ ക്ലാസ് ബാച്ചിൽ എല്ലാവർക്കും കൂടി ഒന്നിച്ച് ചെയ്തൂടെ? ഈ ബാച്ചിലുള്ളവർക്ക് PG അതായത് ഫസ്റ്റ് ബാച്ചുകാർ മാത്രം PG, സെക്കൻഡ് ബാച്ചുകാര് മാത്രം PG, അങ്ങനെയാണോ? സെമിനാർ ഒക്കെ കണ്ടിന്യൂ ചെയ്യുമ്പോ അങ്ങനെ ചെയ്തപ്പോ അങ്ങനെ സെമിനാർ കണ്ടക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾക്കത് ചിലപ്പം ഫസ്റ്റ് സെമിനാർസ് ഒക്കെ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾ അങ്ങ് പരിചയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഡു വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ടൊക്കെ ചെയ്യാം. അതൊക്കെ ഒരു രസമായിരിക്കും. നമുക്കൊരു ഗ്രൂപ്പിസം വേണ്ടല്ലോ. ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു ശരിയാവുമെന്നൊരു ഒരു കാരണം നിങ്ങൾക്ക് ബാച്ചിലുള്ളവരുമായിട്ട് ചെയ്യാം. ഒരു 1-2 കഴിയുമ്പോഴേക്കും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് അതൊരു സിങ്ക് ആയിക്കോളും, കുഴപ്പമുണ്ടാവില്ല. ആക്ച്വലി ഞാനിങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഡിപ്ലോമയും PGയുടെ ഇതൊക്കെ വേറെ വേറെ എക്സാം ആണോ? അതായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ സബ്ജക്ട് വ്യത്യാസം വന്നില്ലേ ഫൈനൽ എക്സാം. അപ്പൊ ഞങ്ങളുടെ ഡിപ്ലോമയുടെ എക്സാമും അത് സെപ്പറേറ്റ് ചെയ്യണോ? സെപ്പറേറ്റ് ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആദ്യമേ അങ്ങ് വൈൻഡപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങളും ഫ്രീ ആകും അല്ലേ? അതാ തന്നെ. പക്ഷെ അസൈൻമെന്റും ആക്ടിവിറ്റീസ് ഒക്കെ പെൻഡിങ് ഉള്ളതെല്ലാം വേഗം ചെയ്ത് വെച്ച് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം വേഗം ചെയ്ത് അങ്ങ് തീർക്കുക. റെക്കോർഡ്സും എല്ലാം. അതാ ഞാൻ റെക്കോർഡ് വേഗം, അപ്പാരറ്റസ് റെക്കോർഡ് വേഗം എഴുതിക്കുന്നത്. ബാക്കി റെക്കോർഡ്സ് ഒക്കെ കഴിയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം എഴുതി അങ്ങ് തീർത്ത് വെച്ചോളാം. ഓക്കെ. സോ ഈ സെമിനാർ അതുപോലെ കെലന്റെ സെമിനാർ പറഞ്ഞിരുന്നു. അപ്പൊ ഒരു ബാച്ചിലെ കുട്ടികൾ ഒരു 6 പേര് ചേർന്ന് അത് പ്രസന്റ് ചെയ്തത് രസമായിരുന്നു. അത് ഓരോരോ പാർട്ടായിട്ട് ഈ 6 പേരും 6 സ്ഥലത്തിരിക്കുന്നവരാണ്. പക്ഷെ അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ അവർ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു അത്. അപ്പൊ അങ്ങനെ ചെയ്യാം. സോ നമ്മളിപ്പോ ലാംഗ്വേജ് അപ്പാരറ്റസ് എവിടം വരെ എഴുതിയിരുന്നു? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ എഴുതി തുടങ്ങിയിരുന്നോ? ആൽഫബറ്റിക് ഡൈസ് അത് എഴുതിയോ? അതുവരെ എഴുതി അല്ലേ? ഫീച്ചേഴ്സും ഒരു 5 ഫീച്ചേഴ്സും കൂടെ എഴുതിയിട്ടുണ്ട്. 5 ഫീച്ചേഴ്സേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ അപ്പാരറ്റസ് സ്റ്റാർട്ട് ചെയ്യാം, അരിത്തമെറ്റിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ ലാംഗ്വേജ് നമുക്കൊന്ന് പറയാം. നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളും അതിന്റെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഫസ്റ്റ് വൺ പ്രീ റൈറ്റിംഗ് ബോർഡാണ്. പ്രീ റൈറ്റിംഗ് ബോർഡിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 years ബാക്ക് ഞാൻ ചെയ്തതാണ്. മേ ബി അത് അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ മോർ അപ്ഡേഷൻ കുറച്ചുകൂടെ ഇതായിട്ടുള്ളത് കാണാം. നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോഴും നമുക്ക് കുറെ കാണാനായിട്ട് പറ്റും. പക്ഷെ സ്റ്റിൽ നൗ ഞാൻ കുറെ നോക്കിയതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളതാ കാണുന്നത്. പിന്നെ ഓരോ സ്കൂളുകളും അവരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ മെറ്റീരിയൽസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. പ്രീ റൈറ്റിംഗ് ബോർഡ്, ഇതിൽ 3 ബോർഡ്സ് ആണുള്ളത്. എല്ലാം കളർഫുൾ ആണ്. 3 കളേഴ്സ്, റെഡ്, ഗ്രീൻ, ബ്ലൂ. അത് പിക്ചർ എടുത്തേക്കാം. ബ്ലൂ ഫോട്ടോ എടുത്തതിന്റെ ഏതാന്ന് തോന്നുന്നു, ഒരു ഇച്ചിരി വൈറ്റിഷ് ആയിപ്പോയി. ഗ്രീൻ കുറച്ചുകൂടെ നല്ല ഗ്രീൻ ആണ് കേട്ടോ. ഓക്കെ. ഈ 3 ബോർഡ്സ് ആണുള്ളത്, റെഡ് ഇൻ കളർ. ഇതിനകത്ത് കർവ്ഡ് ലൈൻസ് ആണ്. റെഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കർവ്ഡ് ലൈൻസ്. നമുക്ക് ചില സമയത്ത് കുട്ടികളുടെ ബോക്സ് ഒക്കെ വാങ്ങുമ്പോഴേക്കും ഒരു ചെറിയ ബോള് ഇങ്ങനെ ഒരു വാട്ടറി പോലെ ഇതിനകത്ത് കുട്ടികളതൊക്കെ കളിക്കുന്നത് കാണാറില്ലേ? ഗ്രീൻ കളറില് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് വരുന്നത്. ബ്ലൂവില് കോമ്പിനേഷൻ ഓഫ് സ്ട്രെയിറ്റ് ആൻഡ് കർവ് ലൈൻസ്. ആ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു നോവ് പോലെ ഇതിനകത്ത് പൊങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. റെഡിൽ ഇവിടെയും ഗ്രീനിൽ ഇവിടെയും ബ്ലൂവിൽ ഇവിടെയായിട്ട് കാണാം. ഇത് കുട്ടികൾ അവരുടെ ഫിംഗേഴ്സ് ഇങ്ങനെ പിടിച്ച് മൂവ് ചെയ്യിക്കും. അപ്പോൾ പല ലെറ്റേഴ്സും അവർക്ക് എഴുതാനായിട്ട് അവർ ഫിംഗർ കേപ്പബിൾ ആകും. അതിനനുസരിച്ചാണ് അതിന്റെ മസിൽസ് ഡെവലപ്പ് ആകും. അതിന് വേണ്ടിയിട്ടാണ് പ്രീ റൈറ്റ്, അതായത് എഴുതുന്നതിന് മുമ്പ് കൈ പ്രാക്ടീസ് ചെയ്യിക്കാനുള്ള പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. നമ്മൾ മണ്ണിൽ എഴുതിക്കാറല്ലേ കുട്ടികളെ? അതൊരു പെൻസിൽ വെച്ച് എഴുതുന്നതിന് മുമ്പുള്ള ഒരു പ്രീ റൈറ്റിംഗ് പ്രാക്ടീസ് പോലെയാണ്.
ഈ 3 ബോർഡ്സ്. ഫീച്ചേഴ്സ് ഓരോ ബോർഡിലും ഓരോ നോബ് ഉണ്ട്. ഹോൾഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആ ഒരു ഇതിന്റെ ഒരു ട്രെയിനിങ് കിട്ടും. അട്രാക്റ്റീവുമാണ്, വെരി ഇൻട്രസ്റ്റിംഗുമാണ് ഇത്. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ചും അട്രാക്റ്റീവ് കളറാണ്, അവരുടെ ക്രൊമാറ്റിക് സെൻസ് അത് ഡെവലപ്പ് ചെയ്യും. പിന്നെ കൈ അങ്ങനെ മൂവ് ചെയ്യിക്കാനായിട്ട് അത് ശരിക്കും പഠിക്കും. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഒക്കെ മൂവ് ചെയ്യാനായിട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഡ്രോയിങ് സ്കില്ല് ഇംപ്രൂവ് ആകുന്നു. ഇതെല്ലാമാണ് പ്രീ റൈറ്റിംഗ് ബോർഡ്. ഇതൊക്കെ നമ്മുടെ വീട്ടില് ഇതിന്റെ കോസ്റ്റ് എനിക്ക് എത്രയാണെന്ന് അറിയില്ല. കോസ്റ്റ് കുറവാണെങ്കിൽ നമുക്ക് വീട്ടിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ അതുപോലെ സാൻഡ് വാഷ് ചെയ്ത് അവർക്ക് എഴുതാൻ പാകത്തിന് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുകയോ അത് വിരിച്ചു കൊടുക്കണം. അങ്ങനെ ഇത് കഴിയുമ്പോൾ അതെടുത്തൊരു ബാഗിലാക്കി വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആണ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഓൾറെഡി നമ്മൾ ഓൾമോസ്റ്റ് ഒരു ക്ലാസ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അത് സ്മോൾ ലെറ്റേഴ്സിലും കേഴ്സീവ് ലെറ്റേഴ്സിലും. കേഴ്സീവ് ലെറ്റർ ഒക്കെ നമുക്ക് ഇച്ചിരി പാടായിരിക്കും ചെയ്യാനായിട്ട്. അപ്പൊ എനിവേ നിങ്ങൾ ക്യാപിറ്റൽ എന്തായാലും ചെയ്ത് വെക്കുക. സ്മോൾ ലെറ്റേഴ്സിലും കേഴ്സീവ് ലെറ്റേഴ്സിലും അവൈലബിൾ ആണ്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തൊന്നും നമ്മൾ ചെയ്തില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാൻഡ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെ വവൽസ് എല്ലാം ബ്ലൂ കളറിലായിരിക്കും. ഇതില് വവൽസ് എല്ലാം ബ്ലൂ കളറിലായിരിക്കും. ബ്ലൂ കളർ ബോർഡ് അല്ല, ബ്ലൂ കളർ സാൻഡ് പേപ്പറിന്റെ ബോർഡ് കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നമ്മളൊരു കട്ടിയുള്ള ഒരു ബോർഡിൽ ഇത് ഒട്ടിക്കും. അങ്ങനെയാണ് അത് ബോർഡ് പോലെ ആക്കുന്നത്. ബ്ലൂവും പിങ്ക് ബോർഡും ഇതിലുണ്ട്. ഓക്കെ, അതൊക്കെ ബാക്കി ലെറ്റേഴ്സ്. സാൻഡ് പേപ്പറിന് ഒരു റഫ് സർഫസ് ആണല്ലോ. ചൈൽഡ് ഗെറ്റ് ആൻ ഐഡിയ ഓഫ് റഫ് ആൻഡ് സ്മൂത്ത്. റഫ് സ്മൂത്ത് എന്നുള്ള ഐഡിയ കിട്ടും. ടെക്സ്ചർ ഡിഫറൻസ്, റഫ് ഏതാണ് സ്മൂത്ത് ഏതാണ് ഡിഫറൻസ് അത് കിട്ടും. ടെക്സ്ചർ തമ്മിൽ കമ്പയർ ചെയ്യും. ആ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ടാക്ടൈൽ സെൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. ദിസ് ക്യാൻ ബി ഡൺ ബ്ലൈൻഡ് ഫോൾഡഡ്. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം. നമുക്കല്ലാതെ ഫ്ലാഷ് കാർഡിൽ ലെറ്റേഴ്സ് എഴുതാം. അവിടെ സർഫസ് സ്മൂത്ത് ആണല്ലോ, അതേസമയം സാൻഡ് പേപ്പർ ആകുമ്പോൾ റഫ് ആണ്. അപ്പൊ എല്ലാമായിട്ട് എല്ലാ ടെക്സ്ചേഴ്സും കമ്പയർ ചെയ്യും കുട്ടി. കോൺസെൻട്രേഷൻ പവർ ഇംപ്രൂവ് ചെയ്യുന്നു. ബ്രെയിൻ ആൻഡ് ഫിംഗർ കോർഡിനേഷൻ ഗെറ്റ് ഡെവലപ്ഡ്. ഹി വിൽ ഏബിൾ ടു ലേൺ ദ ആൽഫബറ്റ്സ്. അപ്പൊ ഈ റഫ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രം ഈ ലെറ്ററിന്റെ ഇത് വരും. ഇപ്പൊ എ എന്നുള്ളത് ആ വരച്ചു വെച്ചിരിക്കുന്ന റഫ് സാൻഡ് പേപ്പറിലായിരിക്കും. അപ്പൊ ആ റഫ് മാത്രം ഇതിന് കൈകൊണ്ട് ഇതിനെ ടച്ച് ചെയ്തവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. ഹിസ് ഓൺ മിസ്റ്റേക്ക്, അതായത് കൺട്രോൾ ഓഫ് എറർ നടക്കും. കൺട്രോൾ ഓഫ് എറർ മെത്തേഡ് അവിടെ പോസിബിൾ ആകും. ഇതാണ് നമ്മൾ പ്രീ റൈറ്റിംഗ് ബോർഡ് പറഞ്ഞു. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കേഴ്സീവും സ്മോളും പറഞ്ഞു. നെക്സ്റ്റ് ആണ് ശരിക്കും പോയല്ലോ. വേറൊരു ടീച്ചർ സ്കാൻ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ, അതാണ് ഇരിക്കുന്നത്. ജസ്റ്റ് നോക്കി മാത്രമേ ഉള്ളൂ. തിരിക്കാൻ എന്താ ചെയ്യാ? ഓട്ടോമാറ്റിക്കൽ ഏരിയയിലേക്ക് പിന്നെ വരാമല്ലോ. അതിപ്പോ എഴുതിപ്പിക്കാൻ ഇച്ചിരി വിഷമായിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതി ഈ ഭാഗം? ഇതെങ്ങനെ എഴുതി? റൊട്ടേറ്റ് ചെയ്യിച്ചായിരുന്നോ? അത് പറഞ്ഞു തന്നോ മിസ്? എങ്ങനെയായിരുന്നു? തന്നെയല്ലേ എഴുതിയത്? ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. എഴുതിയില്ല? ആൽഫബറ്റിക് ഡൈസ്പോസ് ഒന്നും എഴുതിയിട്ടില്ല? മൂവബിൾ, ലാർജ് ആൻഡ് സ്മോൾ അതൊക്കെ എഴുതിയെന്ന് പറഞ്ഞു മാം. അപ്പോഴത്തെ നേരെയായിരുന്നു ഞങ്ങൾ എഴുതിയപ്പോ. അത് ശരി. അതൊക്കെയോ ഞാൻ റിജോയോടൊന്ന് ചോദിക്കാം, ഒന്ന് ശരിയാക്കാൻ പറ്റുന്നു. പിന്നെ
എന്തായാലും എഴുതിയല്ലോ. ഓക്കെ, ഒന്നുകൂടെ ഷെയർ ചെയ്ത് ശരിയാക്കാം. ഇപ്പൊ എന്തായാലും ഇങ്ങനെ കിടക്കട്ടെ, നമ്മൾ എന്തായാലും എഴുതി കഴിഞ്ഞല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആൽഫബറ്റിക് ഡൈസ് ബോക്സ്. ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ടാവണം, ആൽഫബറ്റിക് ഡൈസ് ബോക്സ്. ഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എങ്ങനെയാ ഡൈസ്? DIC. നമ്മള് പാമ്പും കോണിയൊക്കെ കളിക്കുമ്പോൾ ഡയസ് അറിയില്ലേ? ലൂഡോ കളിക്കുമ്പോഴും ഡയസ് ആണ് എറിയുന്നത്. അതെങ്ങനെ ഇരിക്കും? ക്യൂബ് ആണല്ലേ? 6 സൈഡ് ഉണ്ടാവും, 6 ഫേസസ്. നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോഴുള്ള ഡയസിനകത്ത് ഡോട്ട്സ് ആണ്. 1 2 3 4 അപ് ടു 6 വരെ, 6 ഡോട്ട്സ് വരെ വരുന്നു. അപ്പൊ അങ്ങനെ ഇതിൽ പക്ഷെ ഡോട്ട്സിന് പകരം ഓരോ സൈഡിലും ലെറ്റേഴ്സ് ആയിരിക്കും. അതാണ് ആൽഫബറ്റിക് ഡൈസ് ബോക്സിൽ വരുന്നത്. ബോത്ത് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും ആ ഒറ്റ ബോക്സിനകത്ത്. ഇതാണ് ഇതുപോലെ. ഇതുകൊണ്ട് അവർ വേർഡ്സ് ഉണ്ടാക്കും, സെന്റൻസ് മേക്കിംഗ് ഉണ്ടാക്കും. അങ്ങനെ ലെറ്റേഴ്സ് അവർക്ക് ഫെമിലറൈസ് ചെയ്യും, ആ രീതിയിൽ ചെയ്യും. ബ്ലാങ്ക് ഡയസും ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ സെന്റൻസ് മേക്കിംഗ് ചെയ്യുമ്പോൾ സ്പേസ് വേണമല്ലോ. വാട്ട് ഈസ് ദിസ്, അങ്ങനെ ഒരു സെന്റൻസ് ആണ് ഉണ്ടാക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ദിസ് ഈസ് ബ്ലൂ, അങ്ങനെയൊക്കെ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ സ്പേസ് വന്നാലാണല്ലോ മനസ്സിലാവുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ബ്ലാങ്ക് ആയിട്ടുള്ള ഡയസ് ഉണ്ടായിരിക്കും. അപ്പൊ ബ്ലാങ്ക് ഡയസ് മീൻസ് അവിടെ സ്പേസ് വരുന്നു, ആ ഒരു രീതിയിൽ. റൈറ്റിംഗ്, ഇതിന്റെ ഫീച്ചേഴ്സ്: റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ആകുന്നു, ലേണിംഗ് ടു മേക്ക് വേർഡ്സ് ആൻഡ് സെന്റൻസസ്, വേർഡ്സും സെന്റൻസസും ചെയ്യാനായിട്ട് അവർ പഠിക്കും. ഇൻട്രസ്റ്റിംഗുമാണ്, അട്രാക്റ്റീവുമാണ്. ഉടൻ ഡയസ് ആണ്, ഇൻട്രസ്റ്റിംഗ്, അത് നല്ല അട്രാക്റ്റീവ് ആണ്. റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നു. അവർക്ക് ബുക്കല്ലല്ലോ കൊടുക്കുന്നത്, അതിന് പകരം അവർക്ക് ടോയ് പോലുള്ളൊരു കാര്യമാണ് അവർക്ക് വായിക്കാനും എഴുതാനും ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതിന് യൂസർ ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. വിൽ ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ഗെയിംസ്. ത്രൂ ഗെയിംസ് ആണ് അവര് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. സോ ഇത് വെച്ചിട്ട് അവർ തന്നെ ഗെയിംസ് കണ്ടക്ട് ചെയ്യും. കൺട്രോൾ ഓഫ് എറർ മെത്തേഡ്, കോൺസെൻട്രേഷൻ ആൻഡ് ഒബ്സർവേഷൻ, വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് സ്മോൾ ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ആ ബോക്സിനകത്ത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഉണ്ടാവും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ വൊക്കാബുലറി കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നു. ക്ലാരിറ്റി ഓഫ് ആൽഫബറ്റ്സ് വിൽ ഇംപ്രൂവ്. അപ്പൊ മോസ്റ്റ്ലി നമ്മൾ കുട്ടികൾക്ക് ആദ്യം പ്രീ റൈറ്റിംഗ് ബോർഡ് കൊടുക്കണം. അത് കഴിയുമ്പോഴേക്കും അവർക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കൊടുക്കണം. പിന്നെയാണ് ഡയസ് ബോക്സ് കൊടുക്കുന്നത്. ലെറ്റേഴ്സ് എല്ലാം ഫെമിലറൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് അവർ വേർഡ്സ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്, പിന്നെ സെന്റൻസ് മേക്കിംഗ് തുടങ്ങുന്നത്. നെക്സ്റ്റ്, മൂവബിൾ ലാർജ്, സ്മോൾ ആൻഡ് കർസീവ് ലെറ്റേഴ്സ്. സ്മോൾ മൂവബിൾ ആൽഫബറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ലാർജും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. 4 ടൈപ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലാർജ് മൂവബിൾ ആൽഫബറ്റ്സ്, അത് തന്നെ സ്മോൾ, ലാർജ് മൂവബിൾ ആൽഫബറ്റ്സ്. ലാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ അല്ല കേട്ടോ, വലിപ്പം. ആ ഒരു ലാർജ്, അത് സ്മോൾ ലെറ്ററിന്റെ ലാർജ് മൂവബിൾ ആൽഫബറ്റ്സ്. പിന്നെ ലാർജ് കേഴ്സീവിന്റെ ലാർജ് മൂവബിൾ ആൽഫബറ്റ്സ്. ദെൻ സ്മോൾ മൂവബിൾ ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്ററിന്റെ സ്മോൾ മൂവബിൾ ആൽഫബറ്റ്സ്. സ്മോൾ ലെറ്ററിന്റെ സ്മോൾ, നമ്മൾ സാധാരണ കുട്ടികളെ കേഴ്സീവ് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിപ്പിക്കുന്ന സ്മോൾ ലെറ്റേഴ്സ് ഇതാണല്ലോ. പിന്നെ ലാർജ് മൂവബിൾ ആൽഫബറ്റ്സ് ക്യാപിറ്റലും വരുന്നുണ്ട്. പിക്ചർ ഉണ്ടെങ്കിലില്ല. 4 ടൈപ്പാണ്. 4 ടൈപ്പില് ലാർജ് 3 ഉണ്ട്, സ്മോള് 1. അതായത് സ്മോൾ ലെറ്റേഴ്സും കേഴ്സീവ് ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതില് സ്മോൾ ലെറ്റർ തന്നെ വലിയ സ്മോൾ ലെറ്റേഴ്സ് ഉണ്ട്, വലിപ്പം കൂടിയത്. പിന്നെ കേഴ്സീവ് ലെറ്ററും അതുപോലെ തന്നെ ലാർജ് ഉണ്ട്, വലുത്. പിന്നെ സ്മോൾ ലെറ്റേഴ്സ് ചെറുതുണ്ട്. പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ലാർജ്, വലുതുണ്ട്. ക്ലിയർ ആയോ? 4 ടൈപ്സിൽ അവൈലബിൾ ആണ് ലാർജ്
സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്, കേഴ്സീവ് ലെറ്റേഴ്സും ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട്. അതിൽ സ്മോൾ ലെറ്റേഴ്സ് വലിപ്പം കൂടിയതുണ്ട്, സ്മോൾ ലെറ്റേഴ്സ് വലിപ്പം കുറഞ്ഞതുണ്ട്. കേഴ്സീവ് ലെറ്റേഴ്സ് വലിപ്പം കൂടിയതുണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വലിപ്പം കൂടിയതുണ്ട്. ഓക്കെ. ഫീച്ചേഴ്സ് വെരി അട്രാക്റ്റീവ്, ആൽഫബറ്റ്സ് ബൈ ട്രെയിനിങ് അവർക്ക് പഠിക്കാനായിട്ട് പറ്റും, ഈസി ടു ലേൺ, യൂസർ ഫ്രണ്ട്ലി ആണ്, മസ്കുലർ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, കൈകൊണ്ട് ആ ഒരു ഇത് ഇംപ്രൂവ് ചെയ്യും. അപ്പൊ സ്മോൾ ക്യാപിറ്റൽ സ്മോൾ ലെറ്റേഴ്സ് അവർ എടുത്ത് അതിന്റെ കൂടെ ലാർജ് സ്മോൾ ലെറ്റേഴ്സ് വെക്കില്ല. കാരണം തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ആ ഒരു ഡിഫറൻസ്, സൈസ് ഡിഫറൻസ് മനസ്സിലാകുമ്പോൾ അവരത് മാറ്റി വെക്കും. സ്മോളിനെ അവർ ഗ്രൂപ്പ് ചെയ്യും, ലാർജ് സ്മോൾ ലെറ്റേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യും, ലാർജ് കേഴ്സീവ് ലെറ്റേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യും, പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിൽ അവർ ക്രിയേറ്റീവ് ആയിട്ട് പല ഗെയിംസും പല ആക്ടിവിറ്റീസും ഇതുകൊണ്ട് ചെയ്യാറുണ്ട്. കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ, എല്ലാ മെറ്റീരിയൽസിന്റെയും കുറേയൊക്കെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി വേർഡ് റീഡിങ് ആൻഡ് പിക്ചർ റീഡിങ് കാർഡ്സ് ഇതാണ്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ, കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ്, അതായത് ഫാദർ, മദർ, ബോയ്, ഗേൾ, ഹൗസ്, സ്കൂൾ, അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് എഴുതിയ കാർഡ്സ്, ഫ്ലാഷ് കാർഡ് പോലെ ചെയ്തത്, അത് ചെയ്യാം. അപ്പൊ അവർക്ക് വേർഡ് റീഡിങ് അവർക്ക് അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഫ്രണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ, അങ്കിൾ, ഓണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വേണമെങ്കിൽ അതിന്റെ പിക്ചർ വേണമെങ്കിൽ ബാക്കിൽ ഒട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ആ രീതിയിലുള്ള കാർഡ്സ് പ്രിപ്പയർ ചെയ്യുക. കാർഡ്സ് പ്രിപ്പയർ ചെയ്ത് അങ്ങനെയുള്ള ഡിഫറെന്റ് കാർഡ്സ്, പിക്ചേഴ്സ്, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന ലെസ് പോസിറ്റീവ് ആണല്ലോ. കുട്ടികൾക്ക് ഈസിലി അവർക്ക് മനസ്സിലാകും, പിക്ചറും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അവരുടെ ഇമാജിനറി പവറും കോൺസെൻട്രേഷനും കൂടും, അതെല്ലാം ഇംപ്രൂവ് ചെയ്യും. ഒരു കീൻ ഒബ്സർവേഷൻ, കാരണം പുതിയ പുതിയ വേർഡ്സ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു വേർഡ് പറയുമ്പോൾ അതിന്റെ പിക്ചറും കൂടെ കാണിക്കുമ്പോൾ അവർക്ക് ഇത് ഞാൻ ആദ്യമായിട്ട് കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ട് കാണുന്ന ആ രീതിയിലൊക്കെ വരില്ലേ. ഫ്ലവേഴ്സ്, ബേർഡ്സ്, അങ്ങനെ കേട്ടിട്ടുള്ള ബേർഡിന്റെ ഒരു പിക്ചർ കാണുമ്പോഴേക്കും അവരുടെ ക്യൂരിയോസിറ്റി കൂടും. അങ്ങനെ പല രീതിയിൽ അവർ എൻജോയ് ചെയ്ത് അവരത് പഠിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഇത്രയുമാണ് ലാംഗ്വേജ് ഏരിയ വരുന്നത്. മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോഴേക്കും ഞാൻ ഇത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ശരിയാക്കാനായിട്ട് നോക്കാം പറ്റിയോ. അപ്പോ ഇതുവരെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ. ഇനി നമുക്ക് പറഞ്ഞത് ലാംഗ്വേജ് അപ്പാരറ്റസിലുള്ളല്ലേ? അതെ, വേർഡ് റീഡിങ്ങും പിക്ചർ റീഡിങ്ങും. അത് എഴുതിയിട്ടില്ലല്ലോ. മൂവബിൾ, ലാർജ്, സ്മോൾ ഉള്ളോ? അതിന്റെ ഫീച്ചേഴ്സ് എഴുതിയോ? ഇപ്പൊ പറഞ്ഞത് എഴുതിയിട്ടില്ല. ഒരു ചെറിയ പാരഗ്രാഫേ ഉള്ളൂ. ഞാൻ അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് എഴുതി വെക്കുവോ? എഴുതാം. ഫീച്ചേഴ്സ് ഞാനൊന്ന് പറയാം. അത്രയൊക്കെ തന്നെയാണോ? കാരണം ഒരു ഫീച്ചർ അടുത്ത പേജിൽ വന്നുകൊണ്ട് ഇനി അത് വിട്ടുപോയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ വെരി അട്രാക്റ്റീവ്, അതായത് മൂവബിൾ, ലാർജ്, സ്മോൾ ആൻഡ് കേഴ്സീവ് ലെറ്റേഴ്സിന്റെ അതിന്റെ ഫീച്ചേഴ്സ് ആട്ടോ പറയുന്നത്. ഫീച്ചേഴ്സ് വെരി അട്രാക്റ്റീവ്. സെക്കൻഡ് പോയിന്റ്, വിൽ ലേൺ ആൽഫബറ്റ്സ് ബൈ ട്രെയിനിങ്. തേർഡ് പോയിന്റ്, ഈസി ടു ലേൺ. ഫോർത്ത് പോയിന്റ്, യൂസർ ഫ്രണ്ട്ലി. ഫിഫ്ത്ത് വൺ, മസ്കുലർ കോർഡിനേഷൻ ഇംപ്രൂവ്സ്. ലാസ്റ്റ് ഫീച്ചറിലെ ലാസ്റ്റ് വൺ, കോൺസെൻട്രേഷൻ ആൻഡ് ഒബ്സർവേഷൻ വിൽ ഇംപ്രൂവ്. ഓക്കെ, നെക്സ്റ്റ് എന്തെങ്കിലും മാർക്കും ഉണ്ടെന്ന് നോക്കട്ടെ, റൊട്ടേറ്റ് ചെയ്യാൻ. അടുത്ത പേജ് ശരിയായില്ല.
ചെയ്ത് സമയങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഹെഡിങ് ആയിട്ട് വേർഡ് റീഡിങ് ആൻഡ് പിക്ചർ റീഡിങ് കാർഡ്സ്. സംശയമുള്ളത് ഞാൻ ചാറ്റിൽ കേൾക്കാം. ഓക്കെ, സോ വേർഡ് റീഡിങ് ആൻഡ് പിക്ചർ റീഡിങ് കാർഡ്സ് അടുത്ത ഹെഡിങ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സിലോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എഴുതാട്ടോ. ആൻഡ് പിക്ചർ റീഡിങ് കാർഡ്സ്. വേർഡ് റീഡിങ് ആൻഡ് പിക്ചർ റീഡിങ് കാർഡ്സ്. ക്യാപിറ്റലോ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ, ആ രീതിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഹെഡിങ് എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന പോലെ എഴുതാം. എഴുതി കഴിഞ്ഞെങ്കിൽ പറയട്ടെ, ചെറിയൊരു പാരഗ്രാഫ്. എഴുതിയതാണോ? ഇൻ സർട്ടൻ കാർഡ്സ് ഡിഫറെന്റ് വേർഡ്സ് ആൻഡ് പിക്ചേഴ്സ് ആർ ഗിവൺ. എഴുതിയതാണോ? ആണോ? അപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് ഏരിയ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അടുത്തത് ഫോർത്ത് ഏരിയ ആണ് മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ PDF-ലുള്ളത് ലാംഗ്വേജ് ഏരിയ അശ്വിനി മിസ് ഓൾറെഡി പറയുന്നുണ്ടാകും. PDF-ലെ സെൻസോറിയൽ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ സെൻസോറിയലിലെ കുറേ മെറ്റീരിയൽസ് നമ്മൾ പരിചയപ്പെട്ടു. ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് വരുന്നത് സെൻസോറിയൽ ഏരിയയിലാണ്. കാരണം 5 സെൻസിനെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ നമുക്ക് നമ്മുടെ PDF ഒന്ന് നോക്കാം. ഞാൻ ഇതൊന്ന് ചെയ്യുവാണ്. ഡൗൺലോഡ്സ്. എവിടെയാ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് തെർമിക് ബോർഡ് ടാബ്ലറ്റ്സ് ഒക്കെ പറഞ്ഞതായിട്ടൊരു ഓർമ്മ. ഇത് ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയായിരിക്കണം അത് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യണമെന്നില്ല. ഇത് നമ്മളൊരു ജനറൽ ഇതായിട്ട് ഒരു മോഡലായിട്ട് വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ രീതി അനുസരിച്ച് നമുക്ക് ഇതിന് മാറ്റങ്ങളൊക്കെ വരുത്താം. ഈ വരുന്ന പ്രാക്ടിക്കൽ അതേപോലെ തന്നെ ചെയ്യിക്കണമെന്നില്ല. കുട്ടികളുടെ ഒരു ലെവൽ അനുസരിച്ച് നമുക്കതിന് മാറ്റങ്ങൾ വരുത്താം. ഈ സെൻസോറിയൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുട്ടി ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും കുട്ടികൾക്ക് എന്താ പറയാ, അവരുടെ ലാംഗ്വേജും എല്ലാം അവർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം പുതിയ പുതിയ വേർഡ്സ് അവർ പഠിക്കും. എല്ലാം അതിന്റെ കൂടെ തന്നെ വരും. പിന്നെ ഏതൊരു ഏജിലാണ് ഇത് ആപ്റ്റ് എന്നുള്ളതുണ്ട്. ബട്ട് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ നമുക്ക് അങ്ങനെ കറക്റ്റ് ഏജ് എന്തായാലും അവിടെ വരുന്ന കുട്ടികൾ 2.5-3 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികളായിരിക്കും, 6 ഇയേഴ്സ് വരെയുള്ളതായിരിക്കും. ബട്ട് ചില കുട്ടികളുടെ പൊട്ടൻഷ്യൽ ചിലപ്പോൾ ഹൈ ലെവലിലായിരിക്കും. അവർ പെട്ടെന്ന് അവരുടെ ഏജിനല്ലാത്ത അതിനേക്കാൾ വലിയ ഏജിലുള്ളവർ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും അവർ ചെയ്യാനായിട്ട് തുടങ്ങും ചെറിയ ഏജിൽ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഡിഫറൻസ് ഒക്കെ അവിടെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. തെർമിക് ബോട്ടിൽസ്, ഞാൻ അതിന്റെ ഒരു പിക്ചർ കാണിച്ചു എന്റെ ഫോണില്. സോ അതിന്റെ കുറെ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. കുട്ടികളെ എങ്ങനെയാണ് ഇത് ചെയ്യിക്കുന്നത്. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്താണ് മിക്ക സെൻസോറിയൽ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യിക്കുന്നത്. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്കിവിടെ ഡെമോൺസ്ട്രേഷൻസ് പല ലെവലിൽ കാണിച്ചിട്ടുണ്ട്. 3 ലെവലിലെ ഡെമോൺസ്ട്രേഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ ഡെമോൺസ്ട്രേഷനായിട്ട് തെർമിക് ബോട്ടിൽസ് പറഞ്ഞതായിട്ടാണ് ഒരു ഓർമ്മ. എന്നാലും നമുക്ക് അതിന്റെ ഡെമോൺസ്ട്രേഷൻ ഓരോന്ന് പറയാം. 8 തെർമിക് ബോട്ടിൽസ് ആണ്.
ചെറിയ ചെറിയ ബോട്ടിൽസ് ആട്ടോ. ഒരു കുഞ്ഞിന്റെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന അത്രയുള്ള നമുക്ക് ചെറിയ പെർഫ്യൂംസ് ഒക്കെ കിട്ടില്ലേ, അതുപോലത്തെ ഇങ്ങനെ അത്തറിന്റെ ചെറിയ ബോട്ടിൽ, അതിനേക്കാൾ കുറച്ചുകൂടെ വലുതായിരിക്കാം. ഇങ്ങനെ അവരുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിൽസ് ആയിരിക്കും. മെറ്റൽ ബോട്ടിൽസും ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മെറ്റീരിയൽസിന് ഡിഫറൻസ് വരാം, പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ളത്. അപ്പൊ അത് പിടിക്കുമ്പോ തന്നെ ഈ മെറ്റലിൽ പിടിക്കുന്ന പോലെ ആയിരിക്കില്ല ഗ്ലാസ്സിൽ പിടിക്കുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ അവർക്ക് ഫീൽ ചെയ്യും ബോട്ടിലൊന്നും ഫില്ല് ചെയ്യാത്ത സമയത്ത്. അതേസമയം ബോട്ടിലിൽ നമ്മൾ പല ചൂടുള്ള വാട്ടർ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും അതും അവർക്ക് മനസ്സിലാകും. അപ്പൊ കുട്ടികളുടെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ആ ഒരു ചൂടായിരിക്കണം അതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. അതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ ഇത് പറയുന്നുണ്ട്. ബോട്ടിൽസ് ആർ പ്രിപ്പയർഡ് ഇൻ പെയർസ്, ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട്. 8 തെർമിക് ബോട്ടിൽസ് ഉണ്ട്, 4 പെയർ ആയിട്ട്. അപ്പം 1, 2, 3, 4 ബോട്ടിൽ വെച്ചു ഒരു സെറ്റ്. അടുത്ത സെറ്റിലും 1, 2, 3, 4 ബോട്ടിൽസ് വെച്ചു. ഇവിടെ 4 ടെമ്പറേച്ചർ, 4 ടെമ്പറേച്ചർ, ഓരോ 10 ഡിഗ്രി സെൽഷ്യസ്, 78 ഡിഗ്രി സെൽഷ്യസ്, 47 ഡിഗ്രി സെൽഷ്യസ് അതിൽ വരുന്നു. പിന്നെ നമുക്ക് ചൂടൊട്ടും ഇല്ലാത്ത സാധാരണ വാട്ടർ, അതും നമുക്ക് വെക്കാം. ഈ 4 ബോട്ടിൽസിൽ ഈ ഒരു ടെമ്പറേച്ചറും, ഈ അടുത്ത സെറ്റിലെ 4 ബോട്ടിൽസ് ആ ഒരു ടെമ്പറേച്ചറും വെക്കും. കുട്ടികൾ ഓരോന്നായിട്ട് കയ്യിലെടുത്ത് നോക്കാനായിട്ട് പറയും. അപ്പൊ എന്നുള്ള സെറ്റിൽ ഒരെണ്ണം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് മറ്റേ സെറ്റിൽ എടുക്കും. ഇതേ ചൂട് തന്നെ കിട്ടുന്നത് ആണോ നോക്കും. അപ്പൊ അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെയൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായിട്ട് പറ്റും. അത് ആ രീതിയിൽ. അപ്പൊ ഹോട്ട് ആയിട്ടുള്ളതും കോൾഡ് ആയിട്ടുള്ളതും ഒരു ലൂക്ക് വാം, ചെറിയ ചൂട് വരുന്നതും ഒക്കെ ആ രീതിയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഹോട്ട് എന്നുള്ളത് അവർക്ക് കയ്യിൽ പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ചൂടായിരിക്കരുത്. അപ്പോ ഒരു കാര്യം ചെയ്യാമോ, നമുക്കിപ്പോ ചെയ്യിക്കാനൊന്നും കുട്ടികളൊന്നും നമ്മുടെ അടുത്തുമില്ല, നമ്മളുടെ കയ്യിൽ ഈ ബോട്ടിൽസും ഇല്ല. ആരെങ്കിലും ഒരാൾ ഡെമോൺസ്ട്രേഷൻ 1ന്റെ സ്റ്റെപ്സ് ഒന്ന് വായിക്കും. അങ്ങനെ അടുത്ത ആളും ഡെമോൺസ്ട്രേഷൻ 2, ഡെമോൺസ്ട്രേഷൻ 3 ആ ഒരു രീതിയിൽ റീഡ് ചെയ്തു. പ്ലീസ് ആരുല്ലേ വായിക്കാൻ? വായിച്ചാൽ മതിയോ? മനസ്സിലായോ? തെർമിക് ബോട്ടിൽസിന്റെ കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? നമുക്ക് 8 ബോട്ടിൽസ് ആണ്, അത് പെയർ ആണ്. അതായത് 2 സെറ്റ് ആണ്. ഒരു സെറ്റില് 4 എണ്ണം, അടുത്ത സെറ്റില് 4 എണ്ണം. നമ്മൾ ഈ 4 എണ്ണത്തില് 4 ഡിഫറെന്റ് ടെമ്പറേച്ചർ എടുക്കുന്നു. സെയിം തന്നെ അടുത്ത സെറ്റിൽ നമ്മൾ എടുക്കും. ഒരു കുട്ടിയെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യിച്ചിട്ട് 2 സെറ്റ്, ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണം റൈറ്റ് സൈഡിലും ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ കുട്ടി ആദ്യം ലെഫ്റ്റ് സൈഡിൽ ഒരു ബോട്ടിൽ ടച്ച് ചെയ്യിക്കുക, ആ ബോട്ടിൽ എടുക്കാൻ പറയാം. കുട്ടി ആ ബോട്ടിൽ കയ്യിലെടുത്ത് പിടിക്കും. അപ്പൊ അതിന്റെ ചൂട് അതിന് കിട്ടും. ഇനി റൈറ്റ് സൈഡിലെ ബോട്ടിൽ നിന്ന് സെയിം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാനായിട്ട് നമുക്ക് ഗൈഡൻസ് കൊടുക്കാം. കുട്ടി ഓരോ ബോട്ടിൽസ് ആയിട്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതേ ടെമ്പറേച്ചർ ഉള്ളത് പുറത്തെ സൈഡിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അതിനെ പെയറാക്കി മാറ്റി വെക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക ആക്ടിവിറ്റി. സംടൈംസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചിലപ്പോൾ സെയിം ടെമ്പറേച്ചർ കിട്ടുമായിരിക്കും, ചിലപ്പോൾ 4ാമത്തെ അറ്റംപ്റ്റിലായിരിക്കും സെയിം ടെമ്പറേച്ചർ കിട്ടുന്നത്. ആ പെയറിനെ മാറ്റി ഒരു സൈഡിൽ വെക്കുക. പിന്നെ 3 ആയി ബോട്ടിൽസ് അല്ലെ, 6 ബോട്ടിൽസ് ആയി ടോട്ടൽ. ഒരു സെറ്റിൽ 3, മറ്റേ സെറ്റിൽ 3. അടുത്ത ബോട്ടിൽ എടുക്കുക, സെയിം ടെമ്പറേച്ചർ. അതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്ന ഒരു ആക്ടിവിറ്റി. അപ്പൊ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് അവർക്ക് മനസ്സിലാകും. ഓക്കെ, ആദ്യം ഇൻട്രൊഡ്യൂസ് ഏതൊരു മെറ്റീരിയൽസും ഫസ്റ്റ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ആദ്യം കുട്ടികളുടെ കയ്യ് നല്ലപോലെ വാം വാട്ടറിൽ വാഷ് ചെയ്യുക. കാരണം ആ ഒരു സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ചൂടൊന്ന് സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 3 ടെമ്പറേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഹോട്ട്, കോൾഡ്, വാം. ഓക്കെ, ഹോട്ട് ബോട്ടിൽ ഫീൽ ചെയ്യിക്കുക, അത് ശരിക്കുക. എന്നിട്ട് അതുപോലെ ഓരോരോ ബോട്ടിൽസിന്റെ ഫീൽ ചെയ്യിക്കുക. പിന്നെ ഞാനിപ്പോ പറഞ്ഞ ആക്ടിവിറ്റി അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. പെയറിങ് അടുത്തതാണ്. അത് ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് പെയർ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് അവർക്ക് ഇൻട്രൊഡക്ഷൻ ആണ് ടെമ്പറേച്ചർ ഡിഫറൻസ്. സെക്കൻഡ് വൺ പെയർ ചെയ്യുക, ബ്ലൈൻഡ് ഫോൾഡ് ചെയ്താണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. Take one bottle, hold it with both hands, search for another bottle with identical temperature. ഒരേ ടെമ്പറേച്ചർ വരുന്നതുമായിട്ട് സെർച്ച് ചെയ്യാം.
സെയിം ടെമ്പറേച്ചറിൽ കിട്ടുമ്പോൾ സൈഡ് ബൈ സൈഡ് അത് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിനെ സൈഡ് ബൈ സൈഡ് വെക്കുക. പിന്നെയും മറ്റുള്ളതിന്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഈ കമ്പയർ ചെയ്ത് മാച്ച് ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കിട്ടിയത് ഒരുപോലെ കിട്ടിയതിനെ മാച്ച് ചെയ്ത് വെക്കുക. ഇനി ഗ്രേഡിങ്, അതായത് ഏറ്റവും ചൂട് കൂടിയത്, അത് കഴിഞ്ഞ അടുത്ത ചൂട്, അങ്ങനെ ഗ്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ തണുപ്പുള്ളത് ആദ്യം വെച്ചിട്ട് ചൂടായി വരുന്ന അങ്ങനെ രീതിയിലും അങ്ങനെയും വെക്കാം. ആ രീതിയിൽ യൂസ് ഓൺലി 4 ബോട്ടിൽസ്. ഇവിടെ നമുക്ക് കമ്പാരിസണും പെയറിങ്ങും ഒന്നുമില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ പെയറിങ്ങിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരേപോലുള്ളത് മാത്രം, ഒരേപോലുള്ളത് വേണ്ട, ഡിഫറെന്റ് ആയിട്ടുള്ളത് മതി. അപ്പൊ അവിടെ 4 ബോട്ടിൽസ് വെക്കുക, ബാക്കി 4 മാറ്റുക. 8 ബോട്ടിൽസിൽ 4 വെക്കുക. അതേ 4 ടെമ്പറേച്ചർ തന്നെ ആയിരിക്കുമല്ലോ മറ്റേ 4. വേണമെങ്കിൽ 2 കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. ഓക്കെ, 4 ബോട്ടിൽസ് ഇൻഡിവിജ്വലി ഫീൽ ചെയ്യിക്കുക. 4 ബോട്ടിൽസിന്റെ ടെമ്പറേച്ചർ ബോത്ത് ഹാൻഡ്സ്, 2 കൈ കൊണ്ട് അത് പിടിച്ചിട്ട് വേണം അവർക്ക് ആ ടെമ്പറേച്ചർ ഫീൽ ചെയ്യിക്കാനായിട്ട്. ഹോട്ടസ്റ്റ്, ഏറ്റവും ചൂട് കൂടിയത് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ടോപ്പിലായിട്ട് വെക്കുക ടേബിളിന്റെ. അത് കഴിഞ്ഞ് അടുത്തത് നോക്കുക, നെക്സ്റ്റ് ഹോട്ടസ്റ്റ് നോക്കുക. അതിന് ഫസ്റ്റ് വണ്ണിന്റെ അടുത്ത് സ്ട്രെയിറ്റ് റോയിൽ തന്നെ വെക്കുക. ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ കുട്ടി ഒരു ടെമ്പറേച്ചർ എടുത്തു, അത് ആദ്യം ഏറ്റവും ചൂട് കൂടിയതിനേക്കാളും ഇത്തിരി ചൂട് കുറവാണെങ്കിൽ അതിന്റെ അടുത്ത് വെച്ചു. ബട്ട് മൂന്നാമതെടുത്തത് രണ്ടാമതെടുത്തതിനേക്കാളും ചൂട് കൂടുതലും ഫസ്റ്റ് വണ്ണിനേക്കാൾ ചൂട് കുറവാണെന്ന് പറയുമ്പോൾ അതിന്റെ ഇൻ ബിറ്റ്വീൻ പ്ലേസ് ചെയ്യാനായിട്ട് ആ ഒരു രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യിക്കുക. അങ്ങനെ ഗ്രേഡിങ്, എത്ര ടെമ്പറേച്ചറിന്റെ ഗ്രേഡിങ് അവർക്ക് മനസ്സിലാവും. റീഅറേഞ്ച് ചെയ്യുക. അങ്ങനെ ഓരോ കുട്ടികളായിട്ട് നമുക്കിത് ചെയ്യിക്കാനായിട്ട് പറ്റും. പിന്നെ എല്ലാം കഴിയുമ്പോൾ അത് റിട്ടേൺ ചെയ്യണം. ബോട്ടിൽസ് റിട്ടേൺ ചെയ്ത് ട്രെയിലേക്ക് വെച്ചിട്ട് അത് ഷെൽഫിൽ കൊണ്ടുപോയി വെക്കണം. അതുകൊണ്ട് അല്ലാണ്ട് ആക്ടിവിറ്റി കഴിഞ്ഞ് അങ്ങനെ ഇട്ടിട്ട് പോവല്ല. നമ്മള് കുഞ്ഞുങ്ങള് വീട്ടിലെ ടോയ്സ് ഒക്കെ കളിച്ച് കഴിയുമ്പോഴേക്കും അത് എടുത്ത് വെക്കാനായിട്ട് അവർക്ക് നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സോ അല്ലെങ്കിൽ വലിയൊരു കൊട്ട പോലെയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമല്ലോ, അതിനകത്ത് ഇട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ ഏൽപ്പിക്കും. അതും വളരെ ഇൻട്രസ്റ്റോടു കൂടി കുട്ടികൾ, നമ്മളും അവരുടെ കൂടെ ചേരുമ്പോഴേക്കും അവർ നല്ല ഇൻട്രസ്റ്റോടു കൂടി അത് ചെയ്യുന്നതാണ്. പിന്നെ കളിക്കുന്ന സമയമാകുമ്പോൾ വീണ്ടും അവരെ എടുത്തുകൊണ്ട് വരും. കളി കഴിയുമ്പോൾ അവർ വീണ്ടും എടുത്ത് വെക്കും. സെയിം പോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കും. അവർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എടുക്കുന്ന സാധനങ്ങൾ തിരിച്ച് ഷെൽഫിൽ എവിടെ നിന്നാണോ എടുത്തത് അതുപോലെ തന്നെ കൊണ്ടുവയ്ക്കും. പിന്നെ ഈ ബോട്ടത്തിന്റെ താഴെ ഒരു കളർ കോഡിംഗ് പോലെ കൊടുത്തിട്ടുണ്ടാകണം മിക്ക ബോട്ടിൽസിന്റെ താഴെ. അപ്പൊ അത് കൺട്രോൾ ഓഫ് എറർ, അതിനെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോഴേക്കും അവരുടെ മനസ്സിൽ ആ കളർ, ആ ക്രോമാറ്റിക് സെൻസ് വരും. ഈ കളർ ഉള്ളതിന് ഇതാണ് ചൂട്, ആ ഒരു ഫീൽ ഒക്കെ ഉണ്ടായിരിക്കും. അവിടെ തേർമിക് സെൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ചൂട് ഡിഫറെന്റ് ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇതിലൂടെ എല്ലാം ലാംഗ്വേജ്, ഹോട്ട്, കോൾഡ്, വാം, ആ ഒരു ലാംഗ്വേജ് അതും അവർക്ക് ദിസ് ഇസ് ടു ഹോട്ട് അങ്ങനെയൊക്കെ പറയാനായിട്ട് അവർ പഠിക്കും. ചെപ്പടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പ് വാം, അതുപോലെ കമ്പയർ ചെയ്യുക. സൂപ്പർലേറ്റീവ്, ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രിയിലുള്ള ചൂട് ഏതാണ്. 3 to 4 years ആ ഏജിലുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി ഈ ഒരു മെറ്റീരിയൽസ് ഒന്നും നമുക്ക് ശരിക്കും കിട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. ദ ബെൽസ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും ഈ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല. ബെൽ, അതിന്റെ ശബ്ദം, ഒരു സ്ട്രൈക്ക് ചെയ്യുന്നതും ആ ഒരു ഒച്ച ഉണ്ടാക്കുന്ന രീതിയിൽ. വൈറ്റ് ബേസ്ഡ് ബെൽ ഉണ്ടാവും, ബ്രൗൺ ബേസ്ഡ് ഉണ്ട്, ബ്ലാക്ക് ബേസ്ഡ് ഉണ്ട്. വൈറ്റ് ബേസ്ഡ് ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് മ്യൂസിക്കൽ നോട്ട് പോലെയാണ് അതിന്റെയൊക്കെ ശബ്ദം കേൾക്കുന്നത്. നമുക്ക് പറയാം, നമുക്ക് പല ടൈപ്പ് ബെല്ല് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലര് വീടുകളിൽ കോളിംഗ് ബെല്ലിന് പകരം യൂസ് ചെയ്യും, ചിലര് അങ്ങനെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പൂച്ചക്കുട്ടികളുടെ ഒക്കെ കഴുത്തിൽ നമ്മൾ ഇടാറുണ്ട്, അത് പോകുന്ന വഴിയൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഒരു വൈറ്റ് ബേസ്ഡ് ബെൽ അതുണ്ട്. ബ്രൗൺ ബേസ്ഡ് ബെൽ, സെയിം നോട്ട്സ് ആ സെറ്റ് 1. ബ്ലാക്ക് ബേസ്ഡ് ബെൽസ് ഉണ്ട്. ഈ ഓരോ പിച്ചിലുള്ള വോയിസ് ആയിരിക്കും കേൾക്കുന്നത്. മ്യൂസിക് ഒക്കെ അറിയാവുന്നവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും. ഹാഫ് ടോൺ എന്നൊക്കെ പറയുന്നത് ആ ഒരു ഓരോ പിച്ചിലായിരിക്കും. ഇപ്പൊ വയലിൻ ഒക്കെ വായിക്കുന്നവർക്ക് അറിയാം ആ ഒരു സ്ട്രിങ്ങിന്റെ ആ ഒരു വ്യത്യാസം. അങ്ങനെ ഇവരുടെ ഫിംഗർ മൂവ് ചെയ്യുന്നത് സ്ട്രിങ്ങിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയാണല്ലോ. ഈ സ്ട്രിങ്ങിലെ ഓരോ സൗണ്ടും വരുന്നത് എവിടെയാന്ന് മനസ്സിലാവും. അതുപോലെയാണ് ഈ വൈറ്റും ബ്രൗണും ബ്ലാക്ക് ബെൽസും വരുന്നത്.
ഓരോ പിച്ചിലുള്ള ഷാർപ്പായിട്ടുള്ള വോയിസ് കേൾക്കും. ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പിച്ച്, ഫ്ലാറ്റ് ആയിട്ടുള്ള വോയിസ് കേൾക്കും. ആ രീതിയിൽ ഒരു കീബോർഡ് ഡയഗ്രാം പോലെയുണ്ട്. ഒരു സ്ട്രൈക്കറും ബെല്ലടിക്കാനായിട്ടുള്ള ഒരു സ്ട്രൈക്കർ എല്ലാം ഉണ്ടായിരിക്കും. സ്ട്രൈക്കറും ഒരു ഡാമ്പർ പോലെയുള്ളതുണ്ടായിരിക്കും. ഇത് ഇവരുടെ ഓഡിറ്ററി സെൻസ് അത് മനസ്സിലാക്കാനും അതിന്റെ ഡെവലപ്മെന്റിനും ഹിയറിംഗ് ആണല്ലോ, അത് കേൾക്കും. പിന്നെ അതുപോലെ തന്നെ അത് ഹോൾഡ് ചെയ്യുന്നതിന്റെ ആ ഒരു കപ്പാസിറ്റി എല്ലാം വരും. പിന്നെ എങ്ങനെ ഇത് ഹോൾഡ് ചെയ്യണം, എങ്ങനെ ഇത് ബെല്ലടിക്കണം, അതൊക്കെ മനസ്സിലാക്കും സ്ട്രൈക്കർ. പിന്നെ ഇത് ഈ എന്താ പറയാ, നമ്മൾ സ്കൂളുകളിൽ കണ്ടിട്ടില്ലേ ബെല്ലടിക്കുന്ന വലിയൊരു മെറ്റലിന്റെ വൈറ്റ് റൗണ്ടിലുള്ള സാധനം, ഒരു സ്ട്രൈക്കറും ഉണ്ടായിരിക്കും, അത് വെച്ചടിക്കുന്നത്. ആ രീതിയിലുള്ള ബെല്ല്. അത് ടിപ്പിലാണ് അടിക്കുന്നതെങ്കിൽ വേറൊരു ശബ്ദം, നടുക്ക് ഭാഗത്താണ് അടിക്കുന്നതെങ്കിൽ വേറൊരു ശബ്ദമായിരിക്കും, ഏറ്റവും ടോപ്പ് പോർഷനിലാണെങ്കിൽ വേറൊരു ശബ്ദം. സ്കൂളിലൊക്കെ ഇപ്പൊ ഇലക്ട്രിക് ബെല്ലാണ്. അതേസമയം പണ്ടൊക്കെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഇരുമ്പിന്റെ അയണിന്റെ ഒരു മെറ്റൽ പാർട്ട് ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ റൗണ്ട് ഷേപ്പിലുള്ള അയണിന്റെ ഒരു പീസ് ആയിരുന്നു. പിന്നെ അതിന്റെ ഒരു ഹാമർ പോലെ അത് അടിക്കാനായിട്ട് ചുറ്റിക പോലെ ഉണ്ടായിരിക്കും, സ്ട്രൈക്കർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇതൊക്കെ കുട്ടികൾക്ക് ആ ഒരു അവരുടെ ഓഡിറ്ററി സെൻസ് അതിന്റെ ഒരു ഫീല് വരും. ഓക്കെ, ബെൽസ് ഞാൻ പിക്ചർ കിട്ടുവാണെങ്കിൽ ഒന്ന് എടുത്തു വെച്ചേക്കാം കേട്ടോ. ബെൽസിന്റെ ഡാമ്പർ ആ ഒരു പ്ലേറ്റ് ആണ്, അയൺ പ്ലേറ്റ് ആണ് ഡാമ്പർ എന്ന് പറയുന്നത്. അതിലാണ് മറ്റേ സ്ട്രൈക്കർ വെച്ചിട്ട് ചിലയിടത്ത് അത് ചെറിയൊരു ഇരുമ്പ് റോഡായിരിക്കും ഈ സ്ട്രൈക്കർ, ചിലയിടത്ത് ഇങ്ങനെ ഹാമർ പോലെ തന്നെ ഷേപ്പ് ഉള്ളതായിരിക്കാം. കണ്ടിട്ടുണ്ടാവണം സ്കൂളിൽ ബെല്ലടിക്കുന്നത്. ഓക്കെ, സോ ഇത് കുട്ടികൾക്ക് ഇങ്ങനെ തട്ടി നോക്കാം. അപ്പൊ പല പിച്ചിലുള്ള ഇത് കേൾക്കും അവർക്ക്. എനിക്ക് അവിടെ ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളില് അവിടെ ഈ ചിംസ് ഇല്ലേ, എന്താ പറയാ, ഡ്രീം ക്യാച്ചർ പോലെ കാറ്റ് വരുമ്പോ ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന ഒരു സംഭവം, അത് നിറയെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. നല്ലപോലെ എയറൊക്കെ കയറുന്ന രീതിയിലുള്ള ബിൽഡിംഗ് ആണല്ലോ. അപ്പൊ കാറ്റടിക്കുമ്പോഴേക്കും ഇതിന്റെ ഇങ്ങനെ ശബ്ദം കേൾക്കും. അപ്പൊ പലതിനും പല ശബ്ദത്തിലുള്ള ഇത് ചിംസ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കുട്ടികൾ അത് എൻജോയ് ചെയ്യുന്ന കാണും. അവർക്ക് അതിന് ഈ ഫെസിലിറ്റേറ്റേഴ്സ് ഈ ചെറിയ കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ അവരിങ്ങനെ എടുത്തിട്ട് അതിലിങ്ങനെ തട്ടി നോക്കിപ്പിക്കും. അപ്പോഴും ആ ശബ്ദം കേൾക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഓരോന്നും സ്ട്രൈക്ക് ചെയ്ത്, ഇതുപോലെയുള്ള പ്ലേറ്റ് പോലുള്ള ബെല്ലാണെങ്കിൽ ആ പ്ലേറ്റ് പോലുള്ള ബെല്ല് വെച്ചിട്ട് ഓരോന്നിലും സ്ട്രൈക്കർ വെച്ച് അടിക്കുക. ഓരോ ഡാമ്പറിനും സ്ട്രൈക്കർ വെച്ച് അടിക്കുക, സ്ലോ ആയിട്ട്. അങ്ങനെ പല രീതിയിലും ഇത് കൊടുക്കുന്ന പ്രഷറിനനുസരിച്ച് ഈ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ പല ടൈപ്പ് ഡാമ്പർ ഉണ്ട്. അപ്പൊ പലതിന് ഒരേപോലെ ശബ്ദം കേൾക്കുന്ന ഡാമ്പേഴ്സ്. അപ്പൊ അത് തട്ടി നോക്കുമ്പോ അവര് പറയും ഇതെല്ലാം രണ്ടും ഒരുപോലെ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും. ഒരു മ്യൂസിക്കൽ നോട്ടാണ് ഇവിടെ പറയുന്നത്. സീനും മിഡും ഫ്ലാറ്റ് ടോൺ, ഷാർപ്പ് ഹൈ പിച്ച് ഉള്ളത്, ലോ പിച്ച് ഉള്ളത്, അങ്ങനെ. അപ്പൊ അത് സെയിം സൗണ്ട്. ഇവിടെയും അവർക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. സൗണ്ട് കേൾക്കുമ്പോൾ ഒരേപോലത്തെ സൗണ്ട്, സെയിം സൗണ്ട് എന്നൊക്കെ അവർ പറയും. അങ്ങനെ. പിന്നെ ബെൽസിനെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരേപോലെ സൗണ്ട് കേൾക്കുന്നതിനെ പെയർ ചെയ്യാനായിട്ട് പറയും. അതൊക്കെ നമുക്ക് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കുവാണെങ്കിൽ നല്ലതാണ്. കുട്ടികളുടെ കയ്യിൽ സ്ട്രൈക്കർ കൊടുത്തിട്ട് ആ രീതിയിൽ ടച്ച് ചെയ്ത് മീൻസ് അടിച്ചു നോക്കിയിട്ട് സ്ട്രൈക്ക് ചെയ്ത് നോക്കുമ്പോൾ സൗണ്ട് എങ്ങനെയാ കേൾക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് പറയും. പിന്നെ ഫ്ലാറ്റ് ടോൺ വരും, ഷാർപ്പ് ടോൺ വരും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഹൈ പിച്ചിൽ വരുന്ന ടോൺ ആ രീതിയിൽ ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഹൈ പിച്ചിലുള്ളതിനെ ബെല്ലിന് ആദ്യം വെക്കുക, പിന്നെ അങ്ങനെ ഫ്ലാറ്റ് ടോണിലേക്ക് പോകുമ്പോൾ ആ രീതിയിൽ അവർക്ക് ചൂസ് ചെയ്യാം. 8 ബ്രൗൺ ബേസ്ഡ് ബെല്ലുണ്ട്. അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോന്നും സ്ട്രൈക്ക് ചെയ്ത് നോക്കിയിട്ട് ലോവസ്റ്റ് സൗണ്ടും ഹയസ്റ്റ് സൗണ്ടും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരോട് പ്ലേസ് ചെയ്യാനായിട്ട് പറയാം.
കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളതുണ്ട്. അത് ആരെങ്കിലും ഒന്ന് വായിക്കുകയാണെങ്കിൽ നല്ലത്. കുറെ സ്റ്റെപ്സ് ഉണ്ട്. പ്രസന്റേഷൻ 1. മ്യൂസിക് അറിയാവുന്നവർക്ക് അറിയായിരിക്കും കേട്ടോ. ഈ മിഡിൽ സി എന്നൊക്കെ പറയുന്നത് സെയിം നോട്ട്സ് ഓരോ മ്യൂസിക്കൽ നോട്ട്സ് ഉണ്ടല്ലോ അത്. അവിടെ ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളില് ഡ്രം, ജാസ്, പിന്നെ ഉണ്ടായിരുന്നത് ഇതായിരുന്നു കീബോർഡ്. അപ്പൊ ഈ ജാസിലൊക്കെ അടിക്കുമ്പോഴേക്കും ഒരു ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കുമല്ലോ, കുട്ടികൾ കുറെയൊക്കെ അത് എൻജോയ് ചെയ്യും. പിന്നെ ട്രംപറ്റ് പോലത്തെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഊതുന്ന അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വലിയ ഡ്രം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും കുട്ടികൾ. അത് ഭയങ്കര ശബ്ദമല്ല അതിൽ നിന്നൊക്കെ വരുന്നത്. സൈലോഫോൺ അത് അവിടെ എന്തോ വർക്കിംഗ് ആകാത്താണ്, എനിക്ക് ഓർമ്മയില്ല. സൈലോഫോൺ ഉണ്ടായിരുന്നായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതുപോലെ ബെൽസും അവിടെ കണ്ടിട്ടില്ല. മേ ബി ഇത്രയും വർഷം കഴിയുമ്പോൾ ഓരോന്നും അപ്ഡേറ്റഡ് ആയിട്ട് വരുവാണല്ലോ. സോ വൈറ്റ്, ബ്രൗൺ, ബ്ലാക്ക് ആ രീതിയിലുള്ള ബെൽസ് ആണുള്ളത്. പിന്നെ ഓരോ ടോൺസും ഹാഫ് പിച്ചും ഫ്ലാറ്റ് ആയിട്ട് നോട്ട്സ്, ലോ പിച്ച്, ഹൈ പിച്ച്, മീഡിയം വരുന്നത്, ഹാഫ് പിച്ച്, ആ ഒരു രീതിയിലൊക്കെയുള്ള ശബ്ദമാണ് ഇതിന് വരുന്നത്. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്ന ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെയും ടോണിനനുസരിച്ച് അവർക്ക് വയ്ക്കാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ കുട്ടികളുടെ മ്യൂസിക്കിനോടുള്ള ഇൻട്രസ്റ്റ് ആഫ്റ്റർ 3 years ആകുമ്പോൾ കുട്ടികളുടെ ടേസ്റ്റുകൾ മനസ്സിലാകുന്ന ഒരു പ്രായം. ഏതിലേക്ക് അവര്, ചിലര് ഡാൻസ് ആയിരിക്കും, ചിലര് പാട്ടായിരിക്കും, ചിലര് ഡ്രോയിങ്ങിലായിരിക്കും ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കി അവരെ അതിലേക്ക് ഫോക്കസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഈ ഒരു ആക്ടിവിറ്റി ഒരു കുട്ടി കൂടുതൽ സമയം എടുത്ത് ഇൻട്രസ്റ്റോട് കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അവരിലൊരു മ്യൂസിക്കിന്റെ ഒരു ടേസ്റ്റ് കാണുമായിരിക്കും. ചിലപ്പോൾ ഇത് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കാം. അത് മേ ബി 1 or 2 times ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് അവർ പോകും. പക്ഷെ മ്യൂസിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇതിൽ കീൻ ഒബ്സർവേഷനോട് കൂടി ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം സൗണ്ട്, ഓഡിറ്ററി സെൻസ് അതിന് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്. To train the auditory sense to give groundwork for the study of music. അപ്പൊ മ്യൂസിക്കിന്റെ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഇത് കൂടെയാണത്. പിന്നെ നമ്മൾ ഡിഫറെന്റ് ഷേപ്സ് പറഞ്ഞല്ലോ, ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ, അങ്ങനെ കുറെ മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടായിരുന്നു. സോ അതെല്ലാം കുട്ടികളോട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറയാം. ഇൻസെക്ട്സ് പറഞ്ഞില്ലേ, ഓരോ ഡ്രോ ഉണ്ട്, ഡ്രോയിൽ നിന്ന് എടുത്തിട്ട് അത് അവർക്കത് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് വെക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. ആ ഒരു ഓരോ ഇൻസെക്ട്സും പിടിക്കാനായിട്ട് അതിനൊരു നോബ് പോലെ ഉണ്ടായിരിക്കും, അങ്ങനെ അവരവരൊന്നും എടുക്കും. ആ മെറ്റീരിയൽസ് ഉണ്ടെങ്കിലേ കുറച്ചുകൂടെ അത് പറഞ്ഞ് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സ് ആണ് എന്താണ് ഉള്ളത്. റൈറ്റിങ്ങിന് മുമ്പ് നമ്മൾ ഈ സെൻസോറിയൽ മെറ്റീരിയൽസ് എല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഏരിയ വരുമ്പോൾ അവർക്ക് അത് കുറച്ചുകൂടെ അവരുടെ കൈയൊക്കെ നല്ല സെൻസോറിയൽ ഏരിയയിലെ പല മെറ്റീരിയൽസ് പിടിക്കുമ്പോഴേക്കും ഇവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് കൂടും. അങ്ങനെ തന്നെ ലാംഗ്വേജ് ഏരിയയിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യാം. അവർക്ക് ആ റൈറ്റിംഗ് നല്ലപോലെ വഴങ്ങും. ആദ്യം തന്നെ എഴുതിപ്പിക്കാതെ സെൻസോറിയൽ ഏരിയയിലെ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരുടെ മസിൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യും, നല്ല മൂവ്മെന്റ് ഉണ്ടാവും. ജോമെട്രിക്കൽ ക്യാബിനറ്റ് അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ നിറയെ മാറ്റ് ഉണ്ടായിരിക്കും, ട്രേ ഉണ്ടാവും. ഓരോ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ മാറ്റിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രേയിൽ വെച്ച് ചെയ്യാം. ട്രേയിൽ വെച്ച് ചെയ്യുമ്പോഴേക്കും ആ ട്രേയിൽ തന്നെ അത് കിടക്കുമല്ലോ. ട്രേയുടെ 4 സൈഡ്സും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ബാരിയർ പോലെ നിൽക്കും, ഒരു ഫെൻസ് പോലെ. അപ്പൊ ഈ ട്രേയിൽ വെക്കുന്ന മെറ്റീരിയൽസ് ഒന്നും പുറത്തേക്ക് തെറിച്ചു പോവുകയൊന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ട്രേ എടുത്തോണ്ട് വന്ന് അതിൽ വെച്ചിട്ടാണ് മിക്കപ്പോഴും കുട്ടികൾ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേ ആയിരിക്കും. ഇങ്ങനെയുള്ള ജോമെട്രിക്കൽ ഷേപ്പും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ട്രേ ആയിരിക്കും നല്ലത്.
ഇതൊരു ഗെയിം പോലെയാണ് ഈ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് സെൻസോറിയൽ ഏരിയയിൽ തന്നെ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഈ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് ഓരോന്ന് പറയാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ അതിന്റെ പിക്ചർ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, അത് എഴുതിയിട്ടേ ഉള്ളൂ. ആ ഒരു 7 ഡ്രോയർ ഉണ്ട് ജോമെട്രിക്കൽ സെറ്റ്സിനകത്ത്. 5 സെറ്റ്സിനകത്ത് 7 ഡ്രോയിലും 7 ടൈപ്പ് സാധനങ്ങൾ ഷേപ്സ് ആണ് ഇരിക്കുന്നത്. ഓരോ ഡ്രോയിലും മെറ്റീരിയൽസ് എടുത്തിട്ട് അവരൊരു ട്രെയിൽ വെക്കും. ഫോർ എക്സാമ്പിൾ ഡ്രോ 2 ആണെന്ന് വിചാരിക്കുക. ഡ്രോ 2 നമുക്ക് എന്തൊക്കെയാ ഉള്ളത്? ഒരു സ്ക്വയറും 6 ഷേപ്സ് ഉണ്ട്. അതിൽ ഒരു സ്ക്വയറും ബാക്കി 5 എണ്ണം റെക്ടാംഗിളുമാണ്. അപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങൾ ഡ്രോ 2 നിന്ന് എടുത്തിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ ട്രെയിൽ വെക്കാം. ട്രെയിൽ വെച്ചിട്ട് കുട്ടികൾക്ക് അത് വെച്ചിട്ട് നോക്കാം. അപ്പൊ നോക്കുമ്പോ സ്ക്വയർ അത് യുണീക്ക് ആയിട്ട് ബാക്കിയുള്ള റെക്ടാംഗിളിൽ നിന്ന് നിൽക്കും. കാരണം എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ. കുട്ടി അതൊരു ഭാഗത്ത് വെക്കും. പിന്നെ വേണമെങ്കിൽ ബാക്കിയുള്ള റെക്ടാംഗിൾസിൽ അതിന്റെ ഒരു ഫീച്ചർ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഹൈറ്റ് സെയിം ആണെന്ന്. അപ്പൊ ഇവിടെ റെക്ടാംഗിൾ ആയതുകൊണ്ട് വിഡ്ത്ത് ആണത്. വിഡ്ത്ത് സെയിം ആയിട്ടിരിക്കും. ബാക്കി അതിന്റെ ലെങ്ത് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അവർക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓൺ ടോപ്പ് അങ്ങനെ വെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വെക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതിന്റെ ടോപ്പിൽ വെക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. കാരണം ഒരു നോബ് ഉണ്ട്. ഈ ഡ്രോയിൽ നിന്ന് ഇതിനെ പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു നോബ് ഉണ്ട്. ആ നോബ് പിടിച്ചിട്ടാണ് ഈ ജോമെട്രിക്കൽ ഇൻസെക്ട്സ് നമ്മൾ എടുക്കുന്നത്. ചെറിയൊരു നോബാണ്. നമ്മൾ ചില പാത്രങ്ങളുടെ അടപ്പ് കണ്ടിട്ടില്ലേ, ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കുന്ന അടപ്പിന്റെ, ഈ ഭരണിയുടെ ഒക്കെ അടപ്പിനകത്ത് ഒരു നോബ് ഉണ്ടല്ലോ, അതുപോലെയാണ് ജോമെട്രിക്കൽ ഷേപ്സിന് ഓരോ ഷേപ്പിനും നോബ് ഉണ്ട്. നമുക്ക് അങ്ങനെ എടുക്കാൻ, ഡ്രോയിൽ നിന്നും അതിനെ എടുക്കാനായിട്ട് എളുപ്പമാണ്. കുട്ടികളോട് പറയാം, സ്ക്വയർ എടുത്തോണ്ട് വരാൻ പറയാം. കുട്ടികൾക്ക് സ്ക്വയർ എന്താന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ലെങ്ത്, ഏറ്റവും സ്മോളസ്റ്റ് ലെങ്ത് ഉള്ള റെക്ടാംഗിൾ എടുക്കാൻ പറയാം. സ്മോളസ്റ്റ് ലെങ്ത് ഉള്ളത് എടുക്കാനായിട്ട് പറയാം. അപ്പൊ അങ്ങനെ അവരെടുക്കും. അതിന്റെ അടുത്ത കൂടിയ ലെങ്ത് അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ അവരെ കൊണ്ട് പിക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുക. പിന്നെ ട്രയാങ്കിൾ ആണെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവർക്ക് ഇൻട്രൊഡക്ഷനും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഈ മെറ്റീരിയൽസ് എല്ലാമായിട്ട്. അപ്പൊ അങ്ങനെ ട്രയാങ്കിളിന്റെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ട്രയാങ്കിൾ പറയാം. ഇങ്ങനെ പറഞ്ഞ് അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ പേരുകൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതായിരിക്കും നല്ലത്. അതിന്റെ അവർക്ക് ഓർമ്മ നിൽക്കല്. ഓക്കെ, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈ സെൻസോറിയൽ ഏരിയയുടെ ഡീറ്റെയിൽസ് തീരും നെക്സ്റ്റ് ക്ലാസ്സിൽ. പറഞ്ഞ ആക്ടിവിറ്റീസ് നമുക്ക് ഒന്നുകൂടെ പറയാം. പിന്നെ ലാംഗ്വേജ് ഏരിയ അശ്വിനി മിസ് എടുക്കുന്നുണ്ടല്ലോ. പിന്നെ ലൈക്ക് അത് കഴിയുമ്പോഴേക്കും നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയ, അരിത്തമെറ്റിക് ഏരിയയിലേക്ക് വരാം. പിന്നെയുള്ളത് സയൻസ് ഏരിയ ആണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ സെൻസോറിയൽ ഏരിയ മാത്രമേ ഉള്ളൂ ഇച്ചിരി വാസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. അതോടുകൂടി മൊഡ്യൂൾ 3 കഴിയും. ഓക്കെ, ദെൻ ഇനിയിപ്പം ഈ കോമൺ ക്ലാസ്, അതായത് PG അല്ലാത്ത ഈ ക്ലാസ് ഇനി എന്റെ വരുന്നത് നെക്സ്റ്റ് മൺഡേ ആയിരിക്കും. PG തേഴ്സ്ഡേ വരും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു മാം.